കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ വീടിന് തീപിടിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി മുഹമ്മദ് മാസ്റ്റർ വീട്ടിനാണ് തീപിടിച്ചത്. വീടിന്റെ സീലിംഗും വീട്ടുപകരണങ്ങളും പണവും ഒക്കെ കത്തി നശിച്ചു. ഏകദേശം ഒരു 3 മണിക്കാണ് സംഗതി ഉണ്ടാകുന്നത്. ഞങ്ങൾ അയൽവാസിയായിരുന്നപ്പോൾ അവിടുത്തെ താത്ത ഞങ്ങൾ ഓടി വന്ന് വിളിക്കുകയും ഞങ്ങൾ ഓടി വന്ന് നോക്കുമ്പം ഏകദേശം റൂം പൂർണ്ണമായി കത്തി. പെട്ടെന്ന് ഒരു ഹോസ് ഉണ്ടായിരുന്നു വെള്ളത്തിൻ്റെ, അത് എടുത്തുകൊണ്ട് തീ അണക്കാൻ ശ്രമിക്കുകയും കൈയിൻ്റെ പരമാവധി ഞങ്ങൾ അണയ്ക്കുകയും ചെയ്തു. പെട്ടെന്ന് ഫയർഫോഴ്സിൽ വിളിച്ചിരുന്നു. അവർ എത്തുമ്പോഴേക്കും ഞങ്ങൾ അതിന് ഏകദേശം പൂർണ്ണമായി തീ അണച്ചിട്ടുണ്ട്. നല്ലൊരു സംഖ്യയുടെ നഷ്ടമുണ്ട്. ഒരു അലമാര, കട്ടില്, ഫാന്, മറ്റുള്ള സാധനങ്ങൾ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഏകദേശം 2.5 ലക്ഷം റുപ്യ വരുന്നോളം നഷ്ടമുണ്ട്. അത് കത്തിയ അടയാളങ്ങളുണ്ട്. അയൽവാസി അബ്ദുൽ സലാമിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഞ്ജന, ആ വീടിന്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ ഈ തീ പടർന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പണനഷ്ടം ഉണ്ടായതായി അവർ പറയുന്നുമുണ്ട്. കത്തി നശിച്ച പണം കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? മധു, ഈങ്ങാപ്പുഴ മാപ്പിളപ്പറമ്പിൽ ഇന്ന് പുലർച്ചെ ഒരു 3 മണിയോടുകൂടിയാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈങ്ങാപ്പുഴയിലെ തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ പി മുഹമ്മദ് മാസ്റ്റർ വീടിനാണ് തീ പിടിച്ചത്. ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് വീടിനുള്ളിൽ മുഹമ്മദ് മാസ്റ്ററും അദ്ദേഹത്തിന്റെ മകൾ ജമീലയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ഉറങ്ങുന്ന സമയമാണോ, അതിനിടയിലാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നതും അവരത് അറിയുന്നതും. അറിഞ്ഞുടൻ തന്നെ അവർ വലിയ രീതിയിൽ ബഹളം വെക്കുകയായിരുന്നു. അപ്പോൾ ഇത് കത്തുന്നത് കണ്ടും ഈ ബഹളം കേട്ടും തൊട്ടടുത്തുള്ള വീട്ടുകാർ ഓടിയെത്തി ആദ്യഘട്ടത്തിൽ തീയണയ്ക്കാൻ അവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം തന്നെ എത്തി തീയണയ്ക്കുകയായിരുന്നു. പിന്നീട് ഉടൻ തന്നെ ഫയർഫോഴ്സ് വിവരം അറിയിച്ചു. മുക്കത്തുനിന്ന് ഫയർഫോഴ്സ് എത്തിയെങ്കിലും അല്പം നേരം വൈകിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരൊക്കെ ചേർന്ന് വലിയ രീതിയിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തി. പക്ഷേ ഈ കത്ത് പിടിച്ചതിൽ തന്നെ ആർക്കും പരിക്കേറ്റില്ല. അത് വലിയൊരു ആശ്വാസമായിട്ട് തന്നെ പറയുന്നുണ്ട്. പക്ഷേ വീടിന്റെ സീലിംഗും വീട്ടുപകരണങ്ങളും ഒക്കെ കത്തി നശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം കത്തി നശിച്ചു എന്നുള്ളതാണ്. 2 ലക്ഷം രൂപയോളം അലമാരയിൽ സൂക്ഷിച്ചിരുന്നത് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു തീപിടുത്തത്തിന്റെ കാരണം എന്താണ് എന്നുള്ളതിൽ ആശങ്കയുണ്ട്. അതൊരു ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനമായി പറയുന്നത്. റവന്യൂ അധികൃതരും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. അവരവിടെ അന്വേഷണം മറ്റുമൊക്കെ നടത്തിയിരുന്നു. ഏതായാലും വലിയൊരു തീപിടുത്തം ഉണ്ടാകുമായിരുന്നു. അത് രാത്രിയായിരുന്നു. അവിടെ അവർ രണ്ടുപേരും ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അവർക്ക് പരിക്കൊന്നും ഏൽക്കാതെ ഏതായാലും രക്ഷപ്പെട്ടു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ അത്രയും കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. അഞ്ജന സുകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.